മുഖ്യമന്ത്രിയാകാൻ കെ.സി. വേണുഗോപാൽ തമിഴ്നാട്ടിൽ നടത്തിയ നീക്കം പുറത്ത്. ഗുരുതര ആരോപണവുമായി തമിഴ്നാട് മഹിളാ കോൺഗ്രസ് അധ്യക്ഷ. സ്ഥാനാർത്ഥികളുമായി ഓൺലൈൻ കൂടിക്കാഴ്ച നടത്തി വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും. കെ. സുധാകരനെ ഒപ്പം നിർത്തി കെ.സി. വേണുഗോപാലിന്റെ നീക്കം. കെ.സിയെ പ്രതിരോധിക്കാൻ ഉറച്ച് വി.ഡിയും ചെന്നിത്തലയും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് 2 ആഴ്ച ബാക്കി നിൽക്കെ കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളായ വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും നിയുക്ത എം.എൽ.എമാരുടെ പിന്തുണ തേടി നീക്കങ്ങൾ ആരംഭിച്ചു. എന്നാൽ ഇവർക്ക് രണ്ടുപേർക്കും ഭീഷണിയായി AICC സംഘടനാ കാര്യ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ രഹസ്യ നീക്കങ്ങളുമായി സജീവമാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി തമിഴ്നാട്ടിൽ DMK സഖ്യം വിടാൻ കെ.സി. വേണുഗോപാൽ ശ്രമിച്ചെന്ന ആരോപണം ഇതിനകം ഉയർന്നിട്ടുണ്ട്. തമിഴ്നാട് മഹിളാ കോൺഗ്രസ് അധ്യക്ഷ പദവി രാജിവെച്ച ഹസീന സയ്യിദാണ് വേണുഗോപാലിനെതിരെ ആരോപണം ഉന്നയിച്ചത്. DMKയ്ക്ക് പകരം വിജയുമായി കൈകോർക്കാനാണ് ശ്രമം നടത്തിയത്. വിജയ് ഫാൻസിന്റെ പിന്തുണയ്ക്ക് വേണ്ടിയായിരുന്നു വേണുഗോപാലിന്റെ നീക്കം. വിജയ് ഫാൻസ് കേരളത്തിലും വോട്ട് നേടിത്തരുമെന്ന് അദ്ദേഹം വാദിച്ചു. രാഹുൽ ഗാന്ധി പങ്കെടുത്ത സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി യോഗത്തിൽ ധാരണയിലെത്തിയ സ്ഥാനാർത്ഥി പട്ടിക കെ.സി. ഇടപെട്ട് അട്ടിമറിച്ചുവെന്നും ഹസീന സയ്യിദ് ആരോപിച്ചു. DMK സഖ്യം വിട്ട് TVKയുമായി കൈകോർക്കാനുള്ള ശ്രമം അവസാന നിമിഷം തകരുകയായിരുന്നു. ചെന്നൈ വിമാനത്താവളത്തിലെ യോഗത്തിൽ ഇതേ ചൊല്ലി കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ വാക്പോരുണ്ടായി. മുഖ്യമന്ത്രി സ്റ്റാലിനുമായി ചർച്ചയ്ക്ക് കെ.സി. വേണുഗോപാൽ ചെന്നൈയിലെത്തിയ ദിവസവും തർക്കമുണ്ടായി. വിമാനത്താവളത്തിൽ കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ വാക്കേറ്റമുണ്ടായി. കേരളത്തിലെ മുഖ്യമന്ത്രി പദമാണ് കെ.സി. വേണുഗോപാലിന്റെ സ്വപ്നം. കോൺഗ്രസ് ദേശീയ അധ്യക്ഷനാകാനും കെ.സി. വേണുഗോപാൽ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ പദവികളും തനിക്ക് വേണമെന്ന ദുരാഗ്രഹിയായ നേതാവാണ് കെ.സി. വേണുഗോപാൽ. ഇത്രയും സ്വാർത്ഥ ചിന്താഗതിയുള്ള നേതാവിനെ ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്നും ഹസീന സയ്യിദ് പറയുന്നു. തമിഴ്നാട് മഹിളാ കോൺഗ്രസ് അധ്യക്ഷ പദവി കഴിഞ്ഞ ദിവസം ഒഴിഞ്ഞതിന് പിന്നാലെയാണ് ഹസീന സയ്യിദ് കെ.സി. വേണുഗോപാലിനെതിരെ രംഗത്ത് വന്നത്. കെ.സിയുടെ നീക്കങ്ങൾ മുൻകൂട്ടി എറിഞ്ഞ് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും സ്ഥാനാർത്ഥികളുമായി കൂടിക്കാഴ്ചകളും ഫോൺ സംഭാഷണവും നടത്തി വരികയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണം ഏകോപിപ്പിക്കുന്നതിലും UDFന്റെ മികച്ച പ്രകടനം ഉറപ്പാക്കുന്നതിലും തങ്ങൾ വഹിച്ച പങ്ക് ഇരു നേതാക്കളും എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. വിവിധ സാമൂഹിക വിഭാഗങ്ങളെ UDFന് അനുകൂലമായി അണിനിർത്തിയതിന്റെ അവകാശവാദവും ഇവർ ഉന്നയിക്കുന്നു. അതേസമയം വിജയം ഉറപ്പാക്കിയവരെ മാറ്റി നിർത്തി മറ്റുള്ളവരുടെ വിശ്വാസം നേടിയെടുക്കാനും ഇവർ ശ്രമിക്കുന്നുണ്ട്. കോൺഗ്രസ് രാഷ്ട്രീയ സംസ്കാരത്തിലുണ്ടായ മാറ്റമാണ് ഈ പ്രവണതയെന്ന് ഒരു വിഭാഗം പാർട്ടി നേതാക്കൾ സമ്മതിക്കുന്നു. 2021 പാർലമെന്ററി പാർട്ടി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിൽ MLA-മാരുടെ ഭൂരിപക്ഷ അഭിപ്രായം ഹൈക്കമാൻഡ് അട്ടിമറിച്ച രീതിയാണ് പാർട്ടിയിൽ ഇത്തരമൊരു പുതിയ സംസ്കാരത്തിന് വഴിയൊരുക്കിയതെന്ന് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞു. ഈ സാഹചര്യം നിയുക്ത MLA-മാർക്ക് മുമ്പെങ്ങുമില്ലാത്ത അവസരങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പ് ഫണ്ടിന് പുറമെ സതീശൻ, ചെന്നിത്തല, വേണുഗോപാൽ എന്നിവർ സ്ഥാനാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം നൽകിയതായും സൂചനയുണ്ട്. പാലക്കാട് MP ഷാഫി പറമ്പിലും ചില സ്ഥാനാർത്ഥികളെ സഹായിച്ചത് ഭാവി നേട്ടങ്ങൾക്കാണെന്നും വിലയിരുത്തലുണ്ട്. നിലവിൽ സതീശനും ചെന്നിത്തലയുമാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സജീവമായി മത്സര രംഗത്തുള്ളതെങ്കിലും കെ.സി. വേണുഗോപാൽ തെരഞ്ഞെടുപ്പ് ഫലത്തിനായി കാത്തിരിക്കുകയാണെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നു. ഭൂരിഭാഗം സ്ഥാനാർത്ഥികളും അദ്ദേഹത്തിന്റെ അടുപ്പക്കാരാണ്. ഇടഞ്ഞു നിൽക്കുന്ന കെ. സുധാകരൻ കെ.സി. വേണുഗോപാലിനായി രംഗത്ത് വരുമെന്ന സൂചനയുണ്ട്. കെ.സി. മുഖ്യമന്ത്രിയായാൽ കെ. സുധാകരന് അർഹിക്കുന്ന സ്ഥാനം നൽകുമെന്ന ഓഫർ വെച്ചതായും റിപ്പോർട്ടുണ്ട്. ഇത്തരമൊരു നീക്കം വേണുഗോപാൽ നടത്തുകയാണെങ്കിൽ അതിനെ സംയുക്തമായി പ്രതിരോധിക്കുമെന്ന് സതീശൻ, ചെന്നിത്തല പക്ഷങ്ങൾ തങ്ങളുടെ അനുയായികളെ അറിയിച്ചതായാണ് റിപ്പോർട്ടുകൾ.